ഇന്ന് എന്നെ കുതികാൽ വെട്ടുന്നവന്മാർക്ക് വരെ എന്റെ സഹായം തേടിയവന്മാരാണ്. വിജയനറിയാം, എന്റെ കുതികാൽ വെട്ടാൻ നടക്കുന്നവന്മാർ എന്റെ ഔദാര്യവും സഹായവും തേടിയവരാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണെന്നറിയാം. എന്റെ അച്ഛന്റെ ഇച്ചിരി നക്കിയിട്ട് നന്ദികൾ കാണിക്കുന്ന നാളുകൾ ചിലരുണ്ട്. പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവന്മാർ അതിന്റെ പുറകെ നടന്ന് എല്ലാം നക്കിയെടുത്ത് തരിക. ആ പ്രകാശയുടെ കാലിന്റെ അടി നക്കിയിട്ട് ഇന്ന് നാളെ തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദൈവം കാണും. ഗണേശനോട് എനിക്ക് പറയാനുള്ളത്, സദ്യ വിളമ്പിയിട്ട് സൈഡിൽ കുറച്ച് അമേത്യം ഒരു കറണ്ടി വച്ചാൽ ആത്മാഭിമാനമുള്ളവർ കഴിക്കില്ല ഗണേശ. താങ്കളെക്കാൾ 100 ഇരട്ടി കൂതറയായവനെ ജനം ജയിപ്പിച്ചുവെങ്കിൽ പത്തനാപുരംകാരെ ഞാൻ നമിക്കുന്നു, അവർക്ക് നല്ല നമസ്കാരം കൊടുക്കുന്നു. കാരണം നിങ്ങളെക്കാൾ 100 ഇരട്ടി കൂതറയാണ് ജയിച്ചത്. ചാനലിൽ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുന്ന അത്ര നിലവാരമില്ലാത്ത ഒരു കൂതറയാണ് ജയിപ്പിച്ചെങ്കിലും പത്തനാപുരത്തുകാരോട് എനിക്ക് അഭിമാനം തോന്നുന്നു. താങ്കൾ നല്ല മന്ത്രിയായിരുന്നു, പക്ഷെ നല്ല വ്യക്തിത്വം കൂടി വേണമായിരുന്നു. പട്ടർകാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഈ പറയുന്ന ഒരു സിനിമാക്കാരിയുടെ വീട്ടിൽ പൊറുതിയായ യുവ നേതാവ്, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട, ഒരുപാട് നിലയിൽ വളരാൻ സാധ്യതയുള്ള ഒരാളാണ്. നല്ല വാഗ്മിയും പറയുന്നതിൽ കൃത്യതയൊക്കെയുള്ള ഒരാളാണ്. പക്ഷെ പൊറുതി തിരുവനന്തപുരത്ത് സിനിമാക്കാരിയുടെ വീട്ടിൽ ചെന്നാണ്, ഫ്ലാറ്റിൽ ചെന്നാണ്. ഇവൻ പട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. ഒരു യൂട്യൂബർ അക്കാദമി ചെയർമാന്റെ പെണ്ണുപിടുത്ത പരാതിയെപ്പറ്റി തിരക്കി പട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അന്നത്തെ CI പറഞ്ഞത്, ഒരു യുവ നേതാവ് 2 ഹലോ, നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് നമ്മളെ ഒരു 2 വ്യക്തികൾക്കെതിരെ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം അതിൽ ഒരാൾ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, എന്ന ഒരാൾ സ്ഥാനാർത്ഥിയാണ്. ഒന്ന് ഗണേഷ് കുമാറാണ്, മറ്റൊരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, എങ്കിലും അതിൽ നിന്ന് എനിക്ക് ഊഹിക്കാവുന്നത് M സ്വരാജ് ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2 വ്യക്തികളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ശാന്തിയുടെ ദിനക്കെട്ട് ഞാൻ കണ്ടു. അപ്പം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോസ് പുള്ളിയുടെ വീഡിയോസ് ആണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാം നമ്മുടെ ചാനലിൽ കൂടി എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പം നിങ്ങൾ ചോദിക്കും വൈറലായ വീഡിയോ എന്താണ് എടുത്ത് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്, റീലും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വരുന്നൊക്കെ റിയാക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചെറിയ ചാനൽ കൂടി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട്, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് നമ്മളെ ഫോളോ ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് എന്ന് കൂടെ അയക്കുക. അപ്പൊ നമുക്ക് ഇതേപോലെ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പൊ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവരും അവസാനം വരെ കാണുക. ഭാവി മുഖ്യമന്ത്രിയോ ഭാവി പാർട്ടി സെക്രട്ടറിയോ ആകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു യുവ നേതാവ്, ഒരു പെണ്ണുപിള്ളയുടെ കഥയും, ഒരു പെണ്ണുപിള്ളയുടെ വീട്ടിൽ നിരന്തരമായി ചെല്ലുന്ന കഥയും ഞാൻ മുമ്പൊരിക്കൽ കഥയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതും പട്ടർകാവ് സ്റ്റേഷൻ പരിധി തന്നെയാണ്. പക്ഷേ പട്ടർകാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഈ പറയുന്ന ഒരു സിനിമാക്കാരിയുടെ വീട്ടിൽ പൊറുതിയായ യുവ നേതാവ്, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട, ഒരുപാട് നിലയിൽ വളരാൻ സാധ്യതയുള്ള ഒരാളാണ്. നല്ല വാഗ്മിയും പറയുന്നതിൽ കൃത്യതയൊക്കെയുള്ള ഒരാളാണ്. പക്ഷെ പൊറുതി തിരുവനന്തപുരത്ത് സിനിമാക്കാരിയുടെ വീട്ടിൽ ചെന്നാണ്, ഫ്ലാറ്റിൽ ചെന്നാണ്. ഇവൻ പട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. ഒരു യൂട്യൂബർ അക്കാദമി ചെയർമാന്റെ പെണ്ണുപിടുത്ത പരാതിയെപ്പറ്റി തിരക്കി പട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അന്നത്തെ CI പറഞ്ഞത്, ഒരു യുവ നേതാവ് 2 എണ്ണത്തിനെ ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഞാനും സുനിൽ മാത്യു എന്ന് പറഞ്ഞ ആളും I2I എന്ന ചാനലിലാണല്ലോ ഞാൻ അഭിമുഖം കൊടുത്തത്. അപ്പോൾ വേറൊരു യൂട്യൂബർ ചെന്ന്, എന്താണ് സാറേ സംഭവിച്ചത്, അക്കാദമി ചെയർമാനെതിരെ എന്തോ പരാതി വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പരാതിയുടെ കോപ്പിയൊക്കെ വേണമെങ്കിൽ തരാം. ഇവിടുത്തെ കേരളത്തിലൊരു വലിയ യുവജന നേതാവേ 2 എണ്ണത്തിനെ ഇപ്പോൾ ചട്ടിയിലാക്കി. അതായത് സാറേ, അതാ ശാന്തിയുള്ള ദിനേശ് എന്ന് പറഞ്ഞവനെയും സുനിൽ മാത്യുവിനെയും, നിനക്കും ചട്ടിയിലാവണമെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ആ യൂട്യൂബർ ഓടി തള്ളി പ്രോഗ്രാം ചെയ്തില്ല. എന്നിട്ട് ആ യൂട്യൂബർ തന്നെ പറഞ്ഞു, പോക്സോ വകുപ്പ് ചുമത്തിച്ചു എനിക്കെതിരെ, താങ്കൾക്കും ചട്ടിയിലാവണമെങ്കിൽ വിവരങ്ങൾ തരാം എന്നാണ് പാവം ആ CI പറഞ്ഞത്. ഇനി സന്തോഷപൂർവ്വം ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് 5 വർഷം പങ്കെടുക്കാം, ഉത്തമ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ. അക്കാദമിയിലിരിക്കുന്ന ദിവസവേതന ഡെപ്യൂട്ടേഷൻ സാറന്മാർ പോലും എന്നെ ശത്രുവിൻ്റെ ലിസ്റ്റിൽ കണ്ടു. ചലച്ചിത്ര അക്കാദമിയുടെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കുറേ എണ്ണം അകത്താവുമെന്ന് ഉറപ്പാണ്. ഞാനിത് ഉറപ്പ് തരുന്നു. അടുത്ത് വരുന്ന സിനിമാ മന്ത്രി കഴിഞ്ഞ 10 വർഷത്തെ ചലച്ചിത്ര അക്കാദമിയിലെ വരവ് ചെലവ് കണക്കുകളൊന്ന് പരിശോധിക്കണം. കുറേ എണ്ണം ചട്ടിയിലാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കമ്മീഷൻ ഏജന്റുമാരായിരുന്നു. ഒരുത്തനാണെങ്കിൽ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് പന്തലിടുന്നതിനും ആട്ടോറിക്ഷ വിളിക്കുന്നതിനും ചായ കൊടുക്കുന്നതിനും ചോറ് കൊടുക്കുന്നതിനും എല്ലാം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പൊട്ടടിക്കായിരുന്നു. ലക്ഷങ്ങളുണ്ടാക്കി എന്നാണ് പറയുന്നത്. LDF സർക്കാർ 3ാമതും വരും. ഗണേശൻ സിനിമ വകുപ്പ് കൂടി നൽകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. 3ാമത്തെ ഇടതുപക്ഷ സർക്കാരിൽ വേറെ ഏത് ട്രാൻസ്പോർട്ട് കൊടുത്താൽ തന്നെ കൂടെ സാംസ്കാരികം കൊടുത്തില്ലെങ്കിൽ സിനിമ കൂടി ഗണേശന് കൊടുക്കണേ എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ഞാൻ. ഗണേശനോട് എനിക്ക് പറയാനുള്ളത്, സദ്യ വിളമ്പിയിട്ട് സൈഡിൽ കുറച്ച് അമേത്യം ഒരു കറണ്ടി വച്ചാൽ ആത്മാഭിമാനമുള്ളവർ കഴിക്കില്ല ഗണേശ. താങ്കളെക്കാൾ 100 ഇരട്ടി കൂതറയായവനെ ജനം ജയിപ്പിച്ചുവെങ്കിൽ പത്തനാപുരംകാരെ ഞാൻ നമിക്കുന്നു, അവർക്കൊരു നല്ല നമസ്കാരം കൊടുക്കുന്നു. കാരണം നിങ്ങളെക്കാൾ 100 ഇരട്ടി കൂതറയാണ് ജയിച്ചത്. ചാനലിൽ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുന്ന അത്ര നിലവാരമില്ലാത്ത ഒരു കൂതറയാണ് ജയിപ്പിച്ചെങ്കിലും പത്തനാപുരത്തുകാരോട് എനിക്ക് അഭിമാനം തോന്നുന്നു. താങ്കൾ നല്ല മന്ത്രിയായിരുന്നു, പക്ഷെ നല്ല വ്യക്തിത്വം കൂടി വേണമായിരുന്നു. ഞാൻ പരസ്യമായി പെണ്ണ് പിടിക്കും, അതിലെന്താ കുഴപ്പമെന്ന് താങ്കളും കൂടെ താങ്കളുടെ അമേത്യം കോരാൻ നടക്കുന്നവരും വിചാരിച്ചതിൻ്റെ അന്ത്യമാണ് ഈ നാണം കെട്ട തോൽവി.
ജന്മി കുടിയാൻ കാലം കഴിഞ്ഞില്ലേ ഗണേശ? നിങ്ങളെ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. 5 വർഷം, വരാൻ പോകുന്ന 5 വർഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയനുമായും പത്തനാപുരത്തുകാരോടും ഇടപഴകി ജീവിച്ചാൽ താങ്കൾക്ക് ഇനിയും ഉയർന്നു വരാനാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. മാമാപ്പടിക്ക് കൊണ്ടു കിടക്കുന്ന നപുംസങ്ങളെ കുറച്ചു കാലമെങ്കിലും അതിനായി ഗണേശൻ മാറ്റി നിർത്തണം. ജനങ്ങളിൽ വീണ്ടും വിശ്വാസം നേടിയെടുക്കണമെന്നാണ് ഗണേശൻ്റെ പരാജയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ നാണം കെട്ട തോൽവിയിലും LDFൻ്റെ പതനത്തിലും സത്യമായി ഞാൻ ദുഃഖിക്കുന്നു ഗണേശ. NSSനെ പിണക്കിയതാണ്, പത്തനാപുരം താലൂക്ക് യൂണിയനെ പിണക്കിയതാണ് ഗണേശനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം. ഇപ്പം കണ്ടില്ലേ, ഇലക്ഷനിൽ ജയിച്ചോടെ നിങ്ങളെ തോപ്പിച്ച ആൾ ഓടി സുമാരൻ നായരെ കാണാൻ പോയി കണ്ടില്ല, അച്ഛാ എന്ന് വിളിച്ചോണ്ട് പോയ കണ്ടില്ലേ? അത് നിങ്ങൾ പത്തനാപുരത്ത് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ മൈക്കും മറ്റുള്ളവർ ഹോണും എന്നുള്ള നിലപാട് മാറ്റു ഗണേശ. നിങ്ങളെല്ലാം പറയും മറ്റുള്ളവർ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കാലം കഴിഞ്ഞു. അതൊക്കെ കീഴിട്ട് രാമപിള്ളയുടെ കാലത്തെ നടക്കുള്ളൂ ഗണേശ. കാലം ഒരുപാട് മാറി, വെള്ളം ഒരുപാട് ഒഴുകി ഗണേശ. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ, 2 വ്യക്തികളാണ്. അതിലൊന്ന് ഗണേശനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റേത് ഈ പറഞ്ഞ ഈ ഒരു രൂപവും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു M സ്വരാജിനെ ആണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാര്യം അങ്ങനെ ഇപ്പം എടുത്തു പറയാത്തൊക്കെ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള വ്യക്തി M സ്വരാജാണ്. സത്യം പറഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. എന്തായാലും രാഷ്ട്രീയത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്, ഈ M സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഗണേശന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ട് അവിടെ തോറ്റു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ പറയാൻ മൊത്തത്തിലുള്ള കുത്തൊഴുക്ക് കാരണം ഒരു പക്ഷേ ഗണേശൻ തോറ്റതായിരിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ രാഷ്ട്രീയമല്ലേ, പലതും മാനേണ്ടതാവും. മതസംഘടനകള്, പിന്നെ ജാതി സംഘടനകള്, ഇവരുടെ എല്ലാം ഒരു എന്തായാലും സപ്പോർട്ട് എല്ലാവരും ചോദിക്കും. അതൊക്കെ കിട്ടുന്നതൊക്കെ അനുസരിച്ച് എന്തായാലും എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ജയം പരാജയമൊക്കെ നിൽക്കുന്നത് ആ ഒരു മേഖലയിലാണ്, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, തോറ്റവരൊക്കെ തോറ്റു. അവരുടെ എന്തായാലും അവർക്ക് സംഭവിച്ച വീഴ്ച എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ച് മുമ്പോട്ട് വരട്ടെ. അല്ലെങ്കിലും ഈ തുടർഭരണം ഒരു പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ആ തുടർഭരണം ഏത് പാർട്ടി ആയാലും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോകും. അതിന് നല്ലത് മാറി മാറി ഭരിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോൾ കോൺഗ്രസ് നല്ലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് കൂടി ഞാൻ പറയുകയാണ്. അപ്പൊ ഇതൊരു അവസാനം വരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് വേറൊരു ടോപ്പിക്കും വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ. സപ്പോർട്ട് ചെയ്യുന്നവരെ മാക്സിമം ഒന്ന് പരിഗണിക്കുക.